അസ്സലാമലൈക്കും, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു ശുദ്ധമായ മൊജിറ്റോ ഡ്രിങ്കുമായിട്ടാണ്. നമുക്ക് ഇഫ്താറിന് കുടിക്കാൻ പറ്റിയ ഒരു ശുദ്ധമായ മൊജിറ്റോ ഡ്രിങ്കുമായിട്ടാണ് ഇന്ന് വന്നിട്ടുള്ളത്. അതുപോലെ തന്നെ വേനൽക്കാലത്ത് നമുക്ക് കഴിക്കാൻ പറ്റിയ ഒരു അടിപൊളി ഡ്രിങ്കുമാണ്. അപ്പോൾ നമുക്ക് ഇതെങ്ങനെ ഉണ്ടാക്കിയെടുക്കാമെന്ന് കാണിക്കാം. ഒട്ടും താമസിപ്പിക്കുന്നില്ല, വിത്തിൻ സെക്കൻഡ്സ് കൊണ്ട് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു മൊജിറ്റോ, ശുദ്ധമായ മൊജിറ്റോ ഡ്രിങ്കാണ്. അപ്പോൾ ഒട്ടും താമസിപ്പിക്കേണ്ട, നമുക്ക് വീട്ടിലോട്ട് പോകാം. മൊജിറ്റോ ഡ്രിങ്ക് ഉണ്ടാക്കുന്നതിനായിട്ട് ഞാൻ ഇവിടെ ഒരു നാരങ്ങ എടുത്തിട്ടുണ്ട്. അത്യാവശ്യം നല്ല നാരങ്ങയാണ് എടുത്തിട്ടുള്ളത്, ഫ്രഷ് നാരങ്ങയാണ് എടുത്തിട്ടുള്ളത്. 4ആയിട്ട് കട്ട് ചെയ്ത് ഫ്രണ്ടും ബാക്കും കട്ട് ചെയ്തതിന് ശേഷം അതൊന്ന് 4ആയിട്ട് കട്ട് ചെയ്ത് കുരുവൊക്കെ കളഞ്ഞിട്ട് ഗ്ലാസ്സിലോട്ട് ഇട്ട് കൊടുക്കുകയാണ്. അപ്പോൾ നാരങ്ങ 4ആയിട്ട് കട്ട് ചെയ്തതിന് ശേഷം ഓരോന്നായിട്ട് ഗ്ലാസ്സിൽ ഇട്ട് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം ഇനി നമുക്ക് വേണ്ടത് പുതിനയിലയാണ്. ഒരു 6 പുതിനയില നന്നായിട്ട് കഴുകിയിട്ട് ഗ്ലാസ്സിലോട്ട് ഇട്ട് കൊടുക്കുകയാണ്. അതിനുശേഷം ഇനി ഞാൻ 1 ടേബിൾ സ്പൂൺ പഞ്ചസാരയാണ് ചേർത്ത് കൊടുക്കുന്നത്. നിങ്ങൾക്ക് പഞ്ചസാര കൂടുതൽ വേണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അങ്ങനെ ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഇവിടെ 1 ടേബിൾ സ്പൂൺ പഞ്ചസാരയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇനി നമുക്കിതൊന്ന് ജസ്റ്റ് ക്രഷ് ചെയ്തെടുക്കണം. അപ്പോൾ ഞാനിവിടെ ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തെടുക്കുകയാണ്. ഒരുപാട് അങ്ങോട്ട് ക്രഷ് ചെയ്യേണ്ട, ജസ്റ്റ് ആ മിൻറ്റിൻ്റെ ഫ്ലേവർ ഒന്ന് ഇടാൻ വേണ്ടിയിട്ട് മാത്രം ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്ത് കൊടുത്താൽ മതി. ഒരുപാട് അങ്ങോട്ട് ചെയ്ത് കഴിഞ്ഞാൽ നാരങ്ങയുടെ കയ്പ്പ് രസം വരും. അതുകൊണ്ട് ജസ്റ്റ് ഒന്ന് ഇത് ക്രഷ് ചെയ്ത് കൊടുത്താൽ മാത്രം മതിയാവും. ഇനി നമുക്ക് ഇതിലേക്ക് ഐസ് ക്യൂബ്സ് ചേർത്ത് കൊടുക്കണം. ഐസ് ക്യൂബ്സ് പൊടിച്ചിട്ട് വേണം ചേർത്ത് കൊടുക്കാനായിട്ട്. അപ്പോൾ ഞാൻ ഐസ് ക്യൂബ് മിക്സിയുടെ ജാറിൽ, ചെറിയ ജാറിൽ ഇട്ട് കൊടുത്ത് ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തെടുത്തതിന് ശേഷം ഗ്ലാസ്സിലോട്ട് ഇട്ട് കൊടുക്കുകയാണ്. കണ്ടോ, ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തെടുത്തതിന് ശേഷം ഞാനതൊന്ന് ഗ്ലാസ്സിലോട്ട് ചേർത്ത് കൊടുക്കുകയാണ്. ഇനി നമുക്ക് വേണ്ടത് സോഡയാണ്. കുറച്ച് സോഡ ഒഴിച്ചു കൊടുക്കുക. അതിനുശേഷം ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കുക. ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം ടേസ്റ്റ് ചെയ്ത് നോക്കുക. അതിനുശേഷം 2-3 മിൻറ്റ് ലീഫ് പുതിനയില അതിൻ്റെ മുകളിലോട്ടായി ഡെക്കറേറ്റ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ജസ്റ്റ് നാരങ്ങ ഒന്ന് കട്ട് ചെയ്തതിന് ശേഷം ഗ്ലാസിൻ്റെ സൈഡിലോട്ട് വെച്ച് കൊടുക്കുക. ജസ്റ്റ് ഒന്ന് ഡെക്കറേഷന് വേണ്ടിയിട്ടാണ്. കണ്ടോ, നമ്മുടെ മൊജിറ്റോ ഡ്രിങ്ക് റെഡിയായി വന്നിട്ടുണ്ട്. വിത്തിൻ സെക്കൻഡ്സ് കൊണ്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു മൊജിറ്റോ ഡ്രിങ്കാണ്. വളരെ ശുദ്ധമായ ഒരു മൊജിറ്റോ ഡ്രിങ്കാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ഇഫ്താർ ടൈമിൽ. അതുപോലെ തന്നെ നമുക്ക് ചൂട് സമയത്തും കുടിക്കാൻ പറ്റിയ ഒരു അടിപൊളി ഡ്രിങ്കാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഫീഡ്ബാക്ക് കമൻറ്റായി അറിയിക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്തേക്കണേ. ഇൻഷാ അല്ലാഹ് ഇനി മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ ടാറ്റാ, ബൈ ബൈ, സീ യു, താങ്ക്സ് ഫോർ വാച്ചിങ്, ബൈ.